നമുക്കൊരു റൊട്ടേഷൻ പോലെ കിടക്കുന്ന ഒരു റിംഗ് ഉണ്ട്. ഇതിനെയാണ് സോളമൻ റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സോളമൻ റിംഗ് ഉണ്ടെങ്കിൽ 1000 ദോഷങ്ങൾ പരിഹരിക്കപ്പെടുമെന്നാണ് സ്ത്രേക ശാസ്ത്രത്തിൽ പറയുന്നത്. ഈ ശൂലം ചിലവരുടെ സൺ മൗണ്ടിൽ കാണാറുണ്ട്. ശംഖ്, ചക്രം, മത്സ്യ സൈൻ, ഇതൊക്കെ കയ്യിൽ വരുന്ന സൈനുകളാണ്. ചില നമുക്ക് മിസ്റ്റിക് ക്രോസ് എന്ന് പറയുന്ന ഒരു സൈനുണ്ട്. അത് നമുക്ക് കൂടുതൽ ഇൻറ്റ്യൂറ്റീവ് പവർ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന സൈനാണ്. നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ 60 കഴിയുമ്പോഴേ പല രോഗങ്ങൾക്കും അടിമയാകുന്ന മനുഷ്യൻ മരണഭയത്തിൽപ്പെടുകയാണ്. പഴയ കാലത്തെ അമ്മൂമ്മമാരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടിട്ടുണ്ട്, കടുക്കനിട്ടിട്ട് കാതിവിടം വരെ തൂങ്ങി കിടക്കുന്നുണ്ട്. കണ്ടിട്ടുണ്ട്. ശ്രീബുദ്ധൻ്റെ പിക്ചറിൽ നമ്മളുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രത്യേകത കാതിവിടം വരെ തൂങ്ങിയിട്ടുള്ള കാതാണ് ബുദ്ധൻ്റെ. ഈ കാതും ക്ഷമയും തമ്മിലൊരു കണക്ഷൻ. സോ നമ്മളോടൊപ്പം ഇന്നുള്ളത് സായിറാം പി സഞ്ജയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ നമ്മുടെ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടാനും മറക്കരുത്. സോ നമസ്കാരം സർ. ജയ് സായിറാം. നമ്മുടെ കൈരേഖ ഇപ്പം ഞാൻ പല വീഡിയോയിലായിട്ട് കണ്ടിട്ടുണ്ട്. കയ്യിൽ തൃശൂല ആകൃതി, അതുപോലെ തന്നെ കണ്ണിൻ്റെ ആകൃതി, വി സൈൻ, ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ ആയുസ്സും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനെയും പരാജയങ്ങളെയും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അപ്പോൾ അത് എത്ര ശതമാനം സത്യമാണ്? ഈ കൈകളിൽ ഈ സൈനിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അപ്പോൾ കൈ എന്ന് പറയുന്നത് നമുക്കറിയാം, നമുക്ക് അതൊരു എന്താ പറയുക, നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു റൂട്ട് മാപ്പാണ്, അല്ലെങ്കിൽ മനസ്സിൻ്റെ ഒരു കണ്ണാടിയാണ് കൈ. കയ്യെ സമയത്തുള്ള നമുക്ക് നമ്മുടെ കയ്യിൽ മേജറായിട്ടുള്ള ലൈൻ ഒഴിച്ച് മറ്റുള്ള ലൈൻസ് ഒക്കെ തന്നെ ഇത് കീപ്പ് ഓൺ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഒരു ഇമോഷൻസ്, നമ്മളിൽ ഇമോഷനിലുണ്ടാകുന്ന ചേഞ്ചസ്, നമ്മളുടെയൊക്കെ ആന്തരികമായിട്ടുണ്ടാകുന്ന ചില ടോക്സിക് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ കയ്യിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പ്രതിപാദിച്ച ലൈനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എല്ലാവരും അതൊരു ലക്കി സൈനായിട്ടൊക്കെ നമ്മൾ പ്രതിപാദിക്കുന്ന ലൈനുകളെ കുറിച്ചിട്ടാണ് താങ്കൾ പറഞ്ഞത്. അപ്പോൾ ബേസിക്കലി നമ്മുടെ കയ്യിലെ തൃശൂല സൈൻ, തൃശൂലം എന്ന് പറയുന്നത് കയ്യിൽ ഒരു തൃശൂലത്തിൻ്റെ ആകൃതി, 3 ലൈനുകൾ നമ്മൾ തൃശൂലത്തിൻ്റെ ഒരു ആകൃതിയിൽ നമ്മൾ കാണാം. അത് വളരെ മൈന്യൂട്ടായിട്ട് നോക്കിയാൽ നമുക്ക് കയ്യിൽ കാണാൻ പറ്റും. അല്ലാണ്ട് തൃശൂലം എന്ന് പറഞ്ഞിട്ട് വളരെ സ്പെസിഫിക്, ചിലപ്പോൾ ചില ലൈനുകൾ 2-3 ലൈനുകൾ വന്ന് കമ്പൈൻഡ് ആകുമ്പോൾ കാണുന്ന സൈൻ ആയിരിക്കാം. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ എൻ്റെ കയ്യിൽ ഫോർച്യൂൺ ലൈൻ എൻഡ് ചെയ്യുന്നത് മൗണ്ട് ഓഫ് സാറ്റേണിലാണ്. ദിസ് ഈസ് നമ്മുടെ ഏറ്റവും ലെങ്ത് കൂടിയ വിരലിന് താഴെ വരുന്നതാണ് മൗണ്ട് ഓഫ് സാറ്റേൺ, അല്ലെങ്കിൽ ശനിമണ്ഡലം എന്ന് പറയുന്നത്. അപ്പോൾ ശനിമണ്ഡലത്തിന് താഴെ ആണ് സാധാരണ ഫോർച്യൂൺ ലൈൻ വന്ന് എൻഡ് ചെയ്യുക. അവിടെ എൻഡ് ചെയ്യുന്നിടത്ത് നമ്മളൊരു എക്സ്ട്രാ ഒരു ഫോൾഡിങ് ലെവലിൽ ഒരു എക്സ്ട്രാ ലൈനും കൂടെ നമുക്ക് ഫോം ചെയ്യുകയാണെങ്കിൽ ഈ രീതിയിലൊരു വി ഫോർമേഷൻ എന്ന് പറയും. ഒരു ഫോർമേഷൻ ബേസിക്കലി നമ്മളൊരു ലേമാൻ ആംഗിളിൽ തന്നെ നമ്മൾ വി എന്ന് പറയുന്നത് വിക്ടറിയെ കുറിക്കുന്നു, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് സൈനായിട്ട് നമുക്ക് പറയാം. കാരണം നമുക്ക് അൾട്ടിമേറ്റ് ആയിട്ടുള്ളൊരു വിജയം, അല്ലെങ്കിൽ നമുക്ക് അൾട്ടിമേറ്റഡ് ആയിട്ട് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ് നമുക്ക് വി ഫോർമേഷൻ കയ്യിൽ വരിക. ഇനി എന്ത് സൈൻ ആയാലും അത് ഏത് മൗണ്ടിൽ വരുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൈകളിൽ മൗണ്ടുകൾക്ക് സ്ഥാനങ്ങളുണ്ട്. ഓരോ വിരലുകളുടെ കീഴിൽ നമുക്ക് ഓരോ മൗണ്ട്, നമുക്ക് ആൾറെഡി നമ്മൾ പ്രതിപാദിച്ചാണ്. നമ്മുടെ ഇപ്പോൾ പെരുവിരലിൻ്റെ താഴെ നമുക്ക് പിന്നെ നമ്മുടെ വീനസ് മൗണ്ട് ആണെങ്കിൽ ചൂണ്ടുവിരലിന് താഴെയാണ് നമ്മുടെ ജൂപ്പിറ്റർ മൗണ്ട്. അപ്പോൾ ഒരു സ്പെഷ്യൽ സൈനിനെ കുറിച്ചുകൊണ്ട് ഞാൻ ജൂപ്പിറ്റർ മൗണ്ടിൽ വരുന്ന ഒരു സൈനിനെ കുറിച്ച് പ്രതിപാദിക്കാതെ പോകാൻ പറ്റത്തില്ല. സോളമൻ റിംഗ്. നമ്മുടെ ചൂണ്ടുവിരലിന് താഴെ നമുക്കൊരു റൊട്ടേഷൻ പോലെ കിടക്കുന്ന ഒരു റിംഗ് ഉണ്ട്. ഇതിനെയാണ് സോളമൻ റിംഗ് എന്ന് പറയുന്നത്. ഒരു റിങ്ങിൻ്റെ ഫോമിൽ നമ്മുടെ ചൂണ്ടുവിരലിന് കീഴെ കാണുക, അല്ലെങ്കിൽ നമ്മുടെ വ്യാഴമണ്ഡലത്തിൽ കാണുന്ന ഒരു സൈനിനാണ് സോളമൻ റിംഗ് എന്ന് പറയുന്നത്. ഈ സോളമൻ റിംഗ് എന്ന് പറയുന്നത് കിങ് സോളമൻ്റെ കയ്യിലുണ്ടായിരുന്നത് കൊണ്ടാണ് അതിന് സോളമൻ റിംഗ് എന്ന് പേര് കിട്ടിയത്. അത് ഒരു വിസ്ഡം ലൈൻ എന്നാണ് പാനിഷിൽ പറയുന്നത്. വിസ്ഡം ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദൈവികമായ നോളജ് കിട്ടാൻ യോഗമുള്ളവർ കൈകളിൽ മാത്രമേ ഈ പറയുന്ന സോളമൻ റിംഗ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ സോളമൻ റിംഗ് ഉണ്ടെങ്കിൽ 1000 ദോഷങ്ങൾ പരിഹരിക്കപ്പെടുമെന്നാണ് സ്ത്രേക ശാസ്ത്രത്തിൽ പറയുന്നത്. ഒരു 1000 ദോഷങ്ങൾ പരിഹരിക്കപ്പെടും. ഇവർക്ക് ഇൻറ്റ്യൂറ്റീവ് പവർ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത കൂടുതലായിരിക്കും. ഇനി ബേസിക്കായിട്ട് പറയുമ്പോൾ പാനിഷിൽ പറയുന്ന 3 കാര്യങ്ങളാണ്. ഈ പറയുന്ന സോളമൻ റിംഗ് ഒരു ആളുടെ കയ്യിൽ വരികയാണെങ്കിൽ 3 കാര്യങ്ങളിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും സംഭവിക്കും. ആദ്യത്തെ കാര്യം, ഈ സോളമൻ റിംഗ് ഒരാളുടെ കയ്യിൽ വരികയാണെങ്കിൽ ആ വ്യക്തി ഇന്റർകാസ്റ്റ് ഓർ ഇന്റർറിലീജിയൻ ഉള്ളൊരു വ്യക്തിയുടെ ഹസ്ബൻഡോ വൈഫോ ആകാനുള്ള സാധ്യത കൂടുതലാണ്. അത് 100% സംഭവിക്കണമെങ്കിൽ അതിനൊരു സാധ്യത അവിടെയുണ്ട്. അതായത് മറ്റൊരു കൾച്ചറിലോ മറ്റൊരു ട്രഡീഷനിലോ മറ്റൊരു വേ ഓഫ് തോട്ട്സിലോ ഉള്ള ഒരു വ്യക്തിയുടെ പാർട്ണർ ആകാനുള്ള യോഗം. പിന്നെ രണ്ടാമതൊരു സാധ്യത എന്ന് പറഞ്ഞാൽ ഈ വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ സ്വന്തമല്ലാത്ത ഒരു പ്രോപ്പർട്ടി സ്വയം അനുഭവിക്കാനുള്ളൊരു യോഗം ഈ വ്യക്തിയിൽ ഒന്ന് നിക്ഷിപ്തമായി ചേരും. അതായത് ഇപ്പം 6ാം തമ്പുരാനല്ലേ മോഹൻലാലിൻ്റെ കൂട്ട്, അദ്ദേഹം അവിടെ 6ാം തമ്പുരാനായിട്ട് വാഴുകയാണ്. പക്ഷെ ആ പ്രോപ്പർട്ടി അദ്ദേഹത്തിൻ്റെതല്ല,
പക്ഷേ ആൾക്കാരുടെ മുന്നിൽ അദ്ദേഹമാണ് അതിൻ്റെ ഓണർ. അങ്ങനെയുള്ള ഒരു വസ്തുത ഈ വ്യക്തിയിൽ വന്ന് ഭവിക്കും എന്നുള്ളതാണ് സോളം ഡ്രിങ്ക് കൊണ്ട്. മൂന്നാമതുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ ഈ പേഴ്സൺ വളരെ നിഗൂഢ ശാസ്ത്രങ്ങളിൽ എക്സ്പെർട്ടൈസ് ആകാനുള്ള യോഗം. നിഗൂഢ ശാസ്ത്രം എന്ന് പറയുമ്പം ജ്യോതിഷം, ഹസ്തരേഖ, ഹീലിംഗ്, ഹിപ്നോതെറാപ്പി, മാജിക്ക്, ഹാക്കിങ്, ഇനി എന്ത് തന്നെയായാലും ബ്ലാക്ക് മാജിക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക്, അതായത് മെജോറിറ്റി ഇല്ലാത്ത മൈനോറിറ്റി ഇൻവോൾവ് ആകുന്ന ചില സ്പെസിഫിക് നിഗൂഢ ശാസ്ത്രങ്ങളിൽ അവർക്ക് പ്രത്യേകമായ താല്പര്യമുണ്ടാകുന്ന ഒരു സാധ്യത. അത് തീർത്തും നമ്മൾ വ്യാഴമണ്ഡലത്തിൽ തന്നെ ഉണ്ടാകണം, ചൂണ്ടുവിരലിന് താഴെ. മറ്റുള്ള എവിടെയെങ്കിലും വളയം വന്നാൽ അതിന് വേറെ പേരാണ്. എങ്കിൽ മാത്രമേ ഇതിനെ ഈ പറയുന്ന സോളമൻ റിംഗ് എന്നുള്ള പേര് കിട്ടത്തുള്ളൂ. അത് ഒരു സ്പെഷ്യൽ സൈനായിട്ട് പറയാം. ഇനി നമുക്ക് ഈ വി സൈന് ബേസിക്കലി നമ്മുടെ ഫോർച്യൂൺ ലൈനിലാണ് നമ്മളത് ഫോം ആകുന്നത്. അത് ഞാൻ പറഞ്ഞു, അതൊരു വിക്ടറിയുടെ സൈനാണ്. പിന്നെ തൃശൂലം ചിലപ്പോൾ നമ്മുടെ കൈകളിൽ കാണുന്ന വി ഷേപ്പ് ചിലപ്പോൾ നമ്മുടെ സൂര്യമണ്ഡലത്തിലാവാം ഉണ്ടാകുക. സാധാരണ കൈകളിൽ വരുന്ന കാര്യമാണ് പറയുന്നത്. എൻ്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസിൽ ഈ ശൂലം ചിലവരുടെ സൺ മൗണ്ടിൽ കാണാറുണ്ട്. അപ്പോൾ സൺ മൗണ്ടിൽ ശൂലം വരുന്നത് അവർക്കൊരു പ്രൊട്ടക്ഷനാണ്, അവർക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു വൈബ്രേഷൻ കൊടുക്കുന്ന കാര്യമാണ്. അവർക്ക് ആന്തരികമായിട്ട് ചില നെഗറ്റീവ് എനർജി, ശത്രുക്കളുടെ മേലെ ആധികാരികമായ വിജയം നേടാനുള്ള ഒരു സാധ്യത, അവർക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് പ്രൊട്ടക്ഷൻ ഉണ്ടാക്കുന്ന ഒരവസ്ഥ. നമുക്ക് ഭൈരവ് ബാബയുടെ അനുഗ്രഹം കൊണ്ടുള്ളവരുടെ കയ്യിലൊക്കെ, ചിലവരുടെ കയ്യിലൊക്കെ തൃശൂലം വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ ഭൈരവ് ബാബേനെ ഉപാസിക്കുന്നവർ ചില ആൾക്കാർ സാധാരണ രീതിയിൽ ഇരിക്കുകയും അവർ പെട്ടെന്നൊരു ഉപാസന ലെവലിലോട്ട് മാറുകയും ചെയ്യുമ്പോൾ പുതിയതായിട്ട് ചില ലൈൻസ് അവരുടെ കയ്യിൽ ഫോം ആകും. ചിലർ ജപം ചെയ്യാതിരിക്കുന്ന വ്യക്തികൾ ജപം ആരംഭിക്കുമ്പോൾ, ജപം തുടങ്ങിക്കഴിയുമ്പോൾ അവരുടെ കയ്യിൽ ചില ലൈനുകൾ വരും. ഞാൻ ഇന്നലെ സരസ്വതി ലൈനിനെ കുറിച്ചിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സരസ്വതി ലൈൻ എന്ന് പറയുന്നത് അപൂർവം ചില കൈകളിൽ നമ്മുടെ മൗണ്ട് ഓഫ് മൂണിൽ നിന്ന് മൗണ്ട് ഓഫ് മെർക്കുറിയിലോട്ട് പോകുന്ന ഒരു ലൈനാണ് സരസ്വതി രേഖ. അവർക്കും ഇൻറ്റ്യൂറ്റീവ് പവർ ഉണ്ടാകും. ശംഖ്, ചക്രം, മത്സ്യ സൈൻ, ഇതൊക്കെ കയ്യിൽ വരുന്ന സൈനുകളാണ്. ഈ മത്സ്യ സൈൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഫോർച്യൂൺ ലൈനിൻ്റെ സ്റ്റാർട്ടിലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഫോർച്യൂൺ ലൈനിൻ്റെ എൻഡിലായിരിക്കും. അപ്പോൾ അവർക്ക് വിദേശ യോഗം, കടൽ കടന്ന് പോകാനൊക്കെ യോഗമുള്ളവരുടെ കയ്യിലാണ് മത്സ്യ സൈൻ വരിക. അതും ഒരു പോസിറ്റീവ് സൈനായിട്ട് തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ശംഖുചക്രമൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ വൈഷ്ണവേച്ചിൻ്റെ കയ്യിൽ നമ്മൾ അങ്ങനെയൊക്കെ പറയാം, നമുക്ക് വിഷ്ണുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകാനുള്ളൊരു സാധ്യത. അവർക്ക് ശംഖൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ അത് കൈയുടെ ലൈനിനേക്കാൾ ഉപരി നമ്മുടെ നമ്മുടെ കയ്യിലെ സ്കിന്നിലാണ് അതിൻ്റെ ഫോർമേഷൻ ഉണ്ടാകുക. അത് വളരെ മൈന്യൂട്ടായിട്ട് നമ്മൾ വാച്ച് ചെയ്താൽ മാത്രമേ ശംഖുചക്രം എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് റീഡ് ചെയ്തെടുക്കാൻ പറ്റും. അതൊക്കെ ഒരു പോസിറ്റീവ് സൈനാണ്. ഞാൻ വീണ്ടും പറയുക, ഇതെല്ലാം തന്നെ നമ്മൾ അത് മാത്രം കൊണ്ട് നമ്മളൊരാളുടെ ഫലം പറയരുത്. അതൊക്കെ കരുന്ന ചില സൈൻ മാത്രമാണ്. മറ്റുള്ള ലൈനിൻ്റെ ഫോർമേഷൻസ് എങ്ങനെയാണ്, ലൈൻസ് എവിടെ നിൽക്കുന്നു, ചില നമുക്ക് മിസ്റ്റിക് ക്രോസ് എന്ന് പറയുന്ന ഒരു സൈനുണ്ട്. അത് നമുക്ക് കൂടുതൽ ഇൻറ്റ്യൂറ്റീവ് പവർ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന സൈനാണ്. നമ്മുടെ ഹാർട്ട് ലൈനിനും ഹെഡ് ലൈനിനും ഇടയിൽ വരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ എം സൈൻ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. നമ്മുടെ കയ്യിൽ ഇങ്ങനെ 4 ലൈനുകൾ ഒത്തുചേരുമ്പോൾ ഉണ്ടാകുന്ന എം സൈൻ, അതും ഒരു സ്പെഷ്യൽ ലൈനാണ്, ആയിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ മൗണ്ട് ഓഫ് മൂണിൽ നിന്ന് ഫോർച്യൂൺ ലൈനിന് വരുന്ന അവസ്ഥ. പിന്നെ ഈ സ്പെഷ്യൽ സൈനുകളെ കുറിച്ചും സ്പെഷ്യൽ രീതികളെ കുറിച്ചുള്ള ചില ആൾക്കാരുടെ കയ്യിൽ ഈ ഹൃദയരേഖയ്ക്കും ഈ നമ്മുടെ ഹെഡ് ലൈനും ചേർന്ന് ഒറ്റ ലൈനായി പോകുന്ന ഒരു വ്യാസരേഖ എന്ന് പറഞ്ഞൊരു ലൈനുള്ള ആൾക്കാരുടെ കൈകളും ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. അപ്പോൾ വ്യാസരേഖ എന്ന് പറയുമ്പോൾ അവർക്ക് ഹൃദയരേഖ ഉണ്ടാവില്ല, ബുദ്ധിരേഖ ഉണ്ടാവില്ല. ബുദ്ധിരേഖയും ഹൃദയരേഖയും കൂടെ ചേർന്നിട്ട് കയ്യെ 2ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു സിംഗിൾ ലൈൻ ഉണ്ടാകും. അപ്പം നമ്മൾ കൈകളെ നോക്കുകയാണെങ്കിൽ കയ്യെ 2ആയിട്ട് പാർട്ടീഷൻ ചെയ്തിരിക്കുന്ന രീതിയിൽ മാത്രമായിരിക്കും കാണുക. അപ്പം അതെന്ന് പറയുന്നത് നമുക്ക് വ്യാസരേഖ എന്ന് പറയും, അല്ലെങ്കിൽ സെമിയൻ ലൈൻ എന്ന് പറയും. അപ്പോൾ അവർക്ക് ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ഇമോഷനെയും ബുദ്ധിയെയും ക്ലബ് ചെയ്തുകൊണ്ടായിരിക്കും അവർ കാര്യങ്ങളെ നോക്കിക്കാണുക. കാരണം നമുക്ക് ഈ പറയുന്ന ഹൃദയരേഖ എന്ന് പറയുന്നത് കാര്യങ്ങളെ നമ്മൾ ഹൃദയം കൊണ്ട് കാണുന്നവർക്കാരാണ്. നമ്മുടെ ഹെഡ് ലൈൻ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ മനസ്സോട് ബുദ്ധി വിവേകം കൊണ്ട് തിരിച്ചറിഞ്ഞ് നമ്മൾ അവിടെ പ്രവർത്തിക്കുന്നു. പക്ഷേ ഇത് രണ്ടും കൂടെ ഒന്നിച്ചാകുമ്പോൾ ഇവർക്ക് രണ്ടിലും എക്സ്ട്രീം പോകാനുള്ള സാധ്യത. ചിലപ്പോൾ വിവേകം എന്ന് പറയുന്നത് കാരണം അവർക്ക് പൂർണ്ണമായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. വികാരം വിവേകത്തെ ഭരിക്കുമെന്ന് പറയും. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? മനസ്സിലാവുന്നുണ്ടോ? കാരണം നമ്മളൊരു ഒഫീഷ്യൽ പ്രോട്ടോക്കോളിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സാണ് അവിടെ കൂടുതൽ പ്രവർത്തിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൈവറ്റ് സ്പേസിൽ അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ഒരു പേഴ്സണൽ സ്പേസിൽ വരുമ്പോൾ നമ്മുടെ ഹൃദയം കൊണ്ടായിരിക്കും കാര്യം. നമ്മൾ കുട്ടികൾ, ഇപ്പോൾ താങ്കളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണെന്ന് എനിക്കറിയാം, യു ആർ വർക്കിംഗ് ഇൻ എ ബാങ്ക്, റൈറ്റ്? അപ്പോൾ അവിടെ നോക്കുമ്പോൾ താങ്കൾക്ക് ബുദ്ധി കൊണ്ടായിരിക്കും കാര്യങ്ങളെ നോക്കി കാണുക, താങ്കളുടെ മനസ്സ് കൊണ്ട് കാണുന്നു. പിന്നെ വീട്ടിൽ വരുമ്പം അമ്മയെടുത്ത് കൊഞ്ചി വളരെ സ്നേഹത്തോടെ അമ്മയെടുത്ത് വളരെ ഇന്നസെൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ ഹൃദയം കൊണ്ടായിരിക്കും അമ്മയെടുത്ത് സംസാരിക്കുക. അവിടെ മനസ്സ് അവിടെ യൂസ് ആകുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇത് ആണ് ഈ 2 രേഖയും വന്നു കഴിഞ്ഞാൽ വളരെ കോമൺ ആയിട്ട് എല്ലാ ആൾക്കാരിലും ഉണ്ടാകുന്നൊരു വസ്തുത. പക്ഷേ ഇത് രണ്ടും കൂടെ ഒന്നാകുമ്പോൾ ഈ സ്വിച്ച് ഓവറിൻ്റെ പ്രശ്നം വരും. അപ്പോൾ അവിടെ ഓഫീസിൽ ചിലപ്പം ഹൃദയം കൊണ്ട് കാര്യത്തിന് കാണാൻ ശ്രമിക്കുന്നൊരവസ്ഥ വരാം.
ഒന്ന്. ഇനി വീട്ടിൽ വരുമ്പം മനസ്സുകൊണ്ട് കാണാൻ ശ്രമിക്കുന്ന അവസ്ഥയും വരാം. രണ്ടിൻ്റെ എക്സ്ട്രീമിൽ പോകും. കാരണം ഇവർക്ക് ഇതിൻ്റെ റാഷണൽ ഡിഫറൻസ് അറിയാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് പോകുന്ന അവസ്ഥ. അപ്പോൾ ഈ സൈനുകളെല്ലാം തന്നെ ഒരു ഇൻഡിക്കേഷൻ മാത്രമാണ്. അത് ബേസ് ചെയ്ത് മാത്രം നമ്മൾ ഒരാളുടെ പ്രഡിക്ഷൻസ് നടത്താൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ ബേസിക് ആയിട്ട് മനസ്സിലാക്കുന്നത്. ഇപ്പം ഓരോ ആളുടെ ഫിംഗർ പ്രിൻ്റ് ആയിക്കോട്ടെ, നമ്മുടെ കയ്യിലുള്ള ഓരോ രേഖകളായിക്കോട്ടെ, അതൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഓരോ ഇൻഡിവിജ്വലിനും ഡിഫറെൻ്റ് ആണ്. ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ തൊട്ട് ഒരു ഇൻഫൻറ്റിൻ്റെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മളിപ്പം പ്രായാധിക്യം മൂലം അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ കുറച്ച് ഫൈൻ ലൈൻസ് ഡിസപ്പിയർ ആവും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഡിസപ്പിയർ ആവുന്ന ലൈൻ അല്ലെങ്കിൽ ഇങ്ങനെ ഡിസപ്പിയർ ആയാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതും നമ്മുടെ ഒരു പേഴ്സണാലിറ്റീനെ മനസ്സുകൊണ്ട് നോക്കിക്കാണുന്നു, ഹൃദയം കൊണ്ട് നോക്കിക്കാണുന്നു, ഇതിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുമോ? തീർച്ചയായിട്ടും. എന്താണ് ഇപ്പോൾ താങ്കളുടെ ക്വസ്റ്റ്യനിൽ തന്നെ അതിൻ്റെ ആൻസർ ഉണ്ട്. എന്താണ് ഒരാൾ 17 വയസ്സിൽ ചെയ്യുന്ന കാര്യം 70 വയസ്സിൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും പറ്റില്ല. കാരണം ഫിസിക്കലി അദ്ദേഹത്തിൻ്റെ ഇൻറ്റേർണൽ ഓർഗാൻ സ്ട്രഗിൾ ചെയ്യുന്നു. നമ്മൾ ഒരു കാറ് മേടിച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 5 വർഷത്തിൻ്റെ ഒരു പെർഫോമൻസ് ആയിരിക്കില്ല അടുത്ത 5 വർഷം. വീണ്ടും 10 വർഷം കഴിയുമ്പോൾ അതിൻ്റെ പെർഫോമൻസ് വീണ്ടും ഡൗൺ ആകും എന്ന് പറഞ്ഞ പോലെയാണ് ഹ്യൂമൻ ബോഡി. നമ്മുടെ മനുഷ്യ ശരീരം എന്ന് പറയുന്നത് തന്നെ ഒരു ക്ഷേത്ര തുല്യമാണ്. അപ്പോൾ അവിടെ നമ്മൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് നമ്മൾ ഫുഡ് ഹാബിറ്റ്സിന് കൊടുക്കുന്നു, നമ്മുടെ ഡെയിലി റൊട്ടീൻസ്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ, ഇതെല്ലാം തന്നെ നമുക്ക് കൈകളിലൂടെ അറിയാൻ പറ്റും. ഒരു നെഗറ്റീവ് ഫുഡ് ഹാബിറ്റ്സ് ഉള്ള വ്യക്തിയുടെ കൈ നമുക്ക് അത് ബേസ് ചെയ്യാൻ അറിയാം. താങ്കൾ ചോദിച്ച ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ ചെയ്യുന്നത് വളരെ സ്പെസിഫിക് ആയിട്ടാണെങ്കിൽ, ഒരാൾ പ്രായാധിക്യം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈകൾ ശോഷിക്കുക, കൈയുടെ ലൈനിന് തെളിവ് കുറയുക എന്ന് പറയുമ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ ബ്ലഡിൻ്റെ സർക്കുലേഷനിൻ്റെ ഫ്ലോ കുറയും, വെയിൻസിന് നെഗറ്റിവിറ്റി ബാധിക്കും, കണ്ണുകൾക്ക് കാഴ്ചശക്തി മങ്ങും. ഇതൊരു ഏജിങ് ഫാക്ടർ നാച്ചുറലി ഉണ്ടാകുന്നതുപോലെ കയ്യിലുണ്ട്. അപ്പോൾ ഈ കൈയുടെ ലൈനസ് കുറിച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ താങ്കളുടെ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞു എല്ലാവരുടെ കൈയും ഓഫ് കോഴ്സ് ഡിഫറൻസ് ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് വസ്തുത. അതായത് ഈ കൈയിൽ ലൈൻ ഫോം ആവുന്നത് നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ചിട്ടാണ്. നമ്മുടെ കയ്യിൽ അപ്പോൾ തന്നെ ബ്രെയിൻ ഗ്രോത്ത് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ ലൈൻ ഫോം ആകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് 100% ട്രസ്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. കാരണം ഇതിനകത്ത് മാൽ പ്രാക്ടീസസ് നടക്കത്തില്ല. ജ്യോതിഷത്തിൻ്റെ ഒരു ശാഖ മാത്രമാണ് ഹസ്തരേഖ, ജ്യോതിഷത്തിൻ്റെ ഒരു ബ്രാഞ്ചാണ് ഹസ്തരേഖ. പക്ഷേ ജ്യോതിഷം എന്ന് പറയുന്നത് അതിനിഗൂഢമായ സത്യസന്ധമായ ഒരു വസ്തുതയാണെന്നിരിക്കെ പലരും ഈ ഹൊറോസ്കോപ്പിലൊക്കെ വേണമെങ്കിൽ അൾട്ടർ ചെയ്യാൻ ഉള്ള പോസിബിലിറ്റി ഉണ്ട് നമ്മുടെ ഗ്രഹനിലയിൽ. പക്ഷെ നമ്മുടെ കൈകളിൽ ദൈവം വരച്ചല്ലേ, അപ്പോൾ അതിനകത്ത് അൾട്രേഷൻ ഒന്നും നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ ഒരാളുടെ കൈ ഇങ്ങനെ കാണിക്കുമ്പം അവിടെ നമുക്കൊരു ചേഞ്ചസ് വരുത്തിക്കൊണ്ട് ഒരാളുടെ മുന്നിൽ കൈ കാണിക്കാൻ പറ്റില്ലല്ലോ, കാരണം ഇത് ദൈവം വരച്ച ലൈനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള, അതായത് ഷോർട്ട് ടേം ആയിട്ട്, വീണ്ടും പറയുകയാണ്, ഷോർട്ട് ടേം ആയിട്ട് ഏറ്റവും ആക്യുറേറ്റ് പ്രഡിക്ഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു സാധ്യതയാണ് നമ്മുടെ കൈ. അപ്പോൾ താങ്കളുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓഫ് കോഴ്സ് ചേഞ്ച് ഉണ്ടാകും. ആ ലൈനിന് തെളിവ് കുറയുമ്പം ഇപ്പോൾ ബുദ്ധിരേഖ മങ്ങൽ വന്നു, ബുദ്ധിരേഖ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് മെമ്മറിയിൽ പ്രശ്നം ഉണ്ടാകുന്നതാണ് അതിൻ്റെ മീനിങ്. പിന്നെ പിന്നെ നമ്മുടെ ജീവരേഖ അല്ലെങ്കിൽ നമ്മളുടെ ആയുർരേഖയ്ക്ക് മങ്ങൽ വന്നു. ആയുർരേഖയ്ക്ക് മങ്ങൽ വന്നു കഴിഞ്ഞാൽ ആയുർരേഖ ആയുസിനെ മാത്രമല്ല കുറിക്കുന്നത്, നമ്മുടെ ജീവോർജ്ജം, ജീവശക്തിയെ കുറിക്കുകയാണ്. ജീവോർജ്ജത്തിന് ഡൗൺ ആയി, അദ്ദേഹത്തിന് പഴയതുപോലെ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ജീവോർജ്ജം കുറയും, അദ്ദേഹത്തിൻ്റെ ആന്തരികമായ ആത്മബലം കുറയും. അപ്പോൾ ഒരു 30 years ഉള്ള ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ആത്മബലം ഒരു 70 വയസ്സിന് മേളിലുള്ളൊരു വ്യക്തിക്ക് ഉണ്ടാവില്ല. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ 60 കഴിയുമ്പോഴേ പല രോഗങ്ങൾക്കും അടിമയാകുന്ന മനുഷ്യൻ മരണഭയത്തിൽപ്പെടുകയാണ്. പിന്നെ അവൻ്റെ ഓരോ മനസ്സിലും ഈ ഭീതിജനകമായ ആങ്സൈറ്റിയാണ്. അയ്യോ ഞാൻ മരിച്ചു പോകുമോ, എപ്പോഴെനിക്ക് പ്രശ്നം വരും, അസുഖം. കാരണം ഈ ആങ്സൈറ്റിയിൽ തന്നെ, ഈ ആങ്സൈറ്റി എന്ന് പറയുന്ന ഒരു പ്രശ്നം അറിയോ, ആങ്സൈറ്റി വിൽ ഇൻക്രീസ് ദ സ്ട്രെസ് ഓൺ ദ ബോഡി. ഈ ആങ്സൈറ്റി വരുമ്പോൾ നമുക്ക് സ്ട്രെസ്സ് ഭയങ്കരമായിട്ട് ഫോം ആകും. അപ്പോൾ നമ്മുടെ pH വാല്യൂ നമുക്ക് മാറും, നമ്മുടെ ബോഡി അസിഡിക് ആകും. മനസ്സിലായോ? അപ്പം ഈ ക്വസ്റ്റിന് ആൻസർ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ അമേസിംഗ് റേയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാനൊരു വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം. അപ്പോൾ ശ്രീലക്ഷ്മി, ഈ എന്തിനാണ് കാതിൽ കമ്മലിടുന്നതെന്ന് അറിയോ സ്ത്രീകൾ? ഈസ് എനി നോളജ് അബൌട്ട് ദാറ്റ്? അതും സ്ട്രെസ്സും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്, അറിയോ? പിന്നെ കാതിലെ കമ്മലും സ്ട്രെസ്സും തമ്മിൽ. പഴയ കാലത്തെ അമ്മൂമ്മമാരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടിട്ടുണ്ട്, കാത് ഇവിടം വരെ ഉണ്ടാകും, കാത് ഇവിടെ കടുക്കനിട്ടിട്ട് കാത് ഇവിടം വരെ തൂങ്ങി കിടക്കുന്ന കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ശ്രീബുദ്ധൻ്റെ കാത് നോക്കൂ. ശ്രീബുദ്ധൻ്റെ പിക്ചറിൽ നമ്മൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രത്യേകത കാത് ഇവിടം വരെ തൂങ്ങിയിട്ടുള്ള കാതാണ് ബുദ്ധൻ്റെ. ഈ കാതും ക്ഷമയും തമ്മിലൊരു കണക്ഷനുണ്ട്. നമുക്ക് സ്ട്രെസ് എന്ന് പറയുന്നത്, നമ്മൾ കൂടുതൽ സ്ട്രെസ് ആകുമ്പോൾ നമ്മുടെ ബോഡി അസിഡിക് ആവും, നമ്മൾ ആങ്സൈറ്റി കൂടും, നമ്മൾ വറീഡ് ആവും, ഒക്കെ ആവും. നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു എക്സാമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നു, നമുക്ക് ടെൻഷൻ വരുന്നു. ടെൻഷൻ റിലീഫ് ചെയ്യാൻ വളരെ ഈസിയസ്റ്റ് മെത്തേഡാണ് നമ്മുടെ കാതിൽ ഈ 2 വിരലുകളും കൊണ്ടിട്ട് കാതിനെ ഇങ്ങനെ താഴോട്ട് ഒരു 10-20 ടൈം ഇങ്ങനെ വലിച്ച് പുള്ളി ചെയ്ത് കൊടുക്കുക. വിൽ ബി റിലീഫ്. നമുക്ക് ആ സ്ട്രെസ്സിൽ നമ്മൾ നാച്ചുറലി റിലീഫ് ആകും.
മനസ്സിലാവും. അതുകൊണ്ടാണ് പഴയ ആൾക്കാർക്ക് ഈ തത്വം വളരെ നന്നായിട്ട് ഇവിടെ വെയിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ പ്രായമാകുന്ന അമ്മമാർക്ക് ഏറ്റവും കൂടുതൽ ഒരു സ്ട്രെസ് അനുഭവിക്കുന്ന സ്ത്രീകളാണ് ലൈഫിൽ. പണ്ടത്തെ കാലഘട്ടം നോക്കുകയാണെങ്കിൽ അന്ന് ഫാമിലി പ്ലാനിംഗ് ഒന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഈ ഈ അവർ എത്രയോ കുട്ടികളുടെ അമ്മയാകേണ്ട ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡെലിവറി എന്ന് പറയുന്ന അവരുടെ റീബർത്ത് എന്നാണ് പറയുന്നത്. അത്രയും സ്ട്രഗിളിലൂടെ വന്നിരിക്കുകയാണ്. അന്ന് 5ഉം 6ഉം 7ഉം 8ഉം എനിക്ക് തോന്നുന്നു അതിനേക്കാൾ മേളിലുള്ള അമ്മൂമ്മമാരുടെ കാലഘട്ടം നമ്മൾ ഒരു കാലഘട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടാകും. അപ്പോൾ അവർക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു ഡിസീസസ് പോലെയാണ് ആൾക്കാർ കാണുന്നത്. അപ്പോൾ കൊണ്ട് സ്കാൻ ചെയ്യുന്നു, പിന്നെ വൈറ്റമിൻ ടാബ്ലറ്റ്സിൽ പോകുന്നു, ജോലിയൊന്നും ചെയ്യിപ്പിക്കുന്നില്ല, വളരെ പ്രൊട്ടക്റ്റഡ് ആയിരുത്തുന്നു. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. പക്ഷേ പഴയ കാലഘട്ടത്തിൽ ആ സ്ത്രീകൾ അവർ നോർമലി ചെയ്തുകൊണ്ടിരുന്ന ജോലികളെല്ലാം തന്നെ അവർ ചെയ്യണം. ആദ്യത്തെ കുട്ടിയും രണ്ടാമത്തെ കുട്ടിയും നമ്മൾ നോക്കുകയാണെങ്കിൽ 1 വയസ്സ് പോലും ഗ്യാപ്പില്ലാത്ത സിറ്റുവേഷൻ നമ്മൾ കാണുന്നുണ്ട് ലോങ് ബാക്ക്. അന്നൊക്കെ അവർക്ക് സ്ട്രെസ് ഇല്ലാണ്ട് ആ സ്ത്രീകൾ വളരെ ഹെൽത്തി ആയിട്ടും ഒരു സ്ട്രെസ്സും ഇല്ലാണ്ട് അവർക്ക് നിൽക്കാൻ പറ്റി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൂടെ വെയിറ്റുള്ള കമ്മലിട്ട് കൊടുക്കും. അത് മാത്രമാണെന്ന് ഞാൻ പറഞ്ഞില്ല, അവർക്ക് ആന്തരികമായ കരുത്ത് വേറെയുണ്ട്, DNA ഇമ്പാക്റ്റും ഒക്കെ ഉണ്ട്. എങ്കിൽ പോലും ഈ കാതിൽ സ്വർണം ഇട്ടിട്ട് വെയിറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് സ്ട്രെസ്സ് അവരുടെ ബ്രെയിനിൽ പോയി അവർക്ക് കൂടുതൽ സ്ട്രെസ്ഫുൾ ആകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടെക്നിക്സ് ആയിരുന്നു ഇവിടെ വെയിറ്റ് കൊടുക്കുക.